ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ട് കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. വർഷയെ കണ്ടിട്ട് തിരിച്ച് മഹിമ വീട്ടിലെത്തുന്ന സമയത്ത് മധുസൂദനാണെങ്കിൽ കുപ്പിയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് കണ്ട മഹിമ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ ഇത്? നിങ്ങൾ കുറച്ചു നാളായിട്ട് ഓഫീസിലും പോകുന്നില്ല, ഇത് രാത്രി മാത്രമായിരുന്നല്ലോ, ഇപ്പൊ പകലും കുടിച്ച് ആരംഭിച്ചു, ഇനിയിപ്പോ നിങ്ങളുടെ ശരീരം എന്തായിരിക്കും ആവാൻ വേണ്ടി പോകുന്നത്? ഇത് കേൾക്കുന്ന സമയത്ത് മഹിമയുടെ അടുത്ത് മധുസൂദനൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ നിന്റെ മോളെ കണ്ടോ? എന്തിനാ വന്നതെന്നുള്ള കാര്യം ചോദിച്ചില്ലേ അവള്? ഇല്ല, അവള് നല്ല രീതിയിൽ സംസാരിച്ചു എന്നുള്ള കാര്യം മഹിമ പറയുമ്പോ ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും നീ പോയി കണ്ടതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവള് നമ്മുടെ മകളല്ലേ? അതെ, നമ്മുടെ മോള് തന്നെയാണ്. പക്ഷെ നമ്മളെ നാട്ടുകാരുടെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിലും നാണം കെടുത്തിട്ട് പോയതല്ലേ അവള്? പുറത്ത് തല കാണിക്കാൻ വയ്യാതെ ഞാൻ ഇവിടെ ഇരിക്കുകയെന്ന് പറയുമ്പോ അവള് ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് കരുതിയിട്ട് അവൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങള് ആണുങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സലിയുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ അവളെ പ്രസവിച്ചവളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും സഹിക്കാൻ വേണ്ടി പറ്റില്ല. നീ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യമുള്ളത്? അവള് നമ്മൾ വേണ്ടാന്ന് വെച്ചിങ്ങണ്ട് ഇറങ്ങിപ്പോയതല്ലേ എന്ന് കരുതിയിട്ട് നമുക്ക് അവളെ ഒഴിവാക്കി വിടാൻ വേണ്ടി പറ്റുമോ? അവളുടെ പ്രായത്തിന്റെ പ്രശ്നം കൊണ്ട് അവള് നമ്മളെ ഇട്ടിട്ട് പോയി. എന്നാ നമ്മുടെ പ്രായത്തില് നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയില്ല. 22 വർഷം നമ്മൾ അവളെ വളർത്തി. ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് അവളോടുള്ള ദേഷ്യത്തെക്കാൾ കൂടുതൽ അവളോടൊരു സ്നേഹമാണ് എനിക്ക് വന്നത്. അതിനെന്താ അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള കാര്യം മധുസൂദനൻ ചോദിക്കുമ്പോൾ ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ വീണ്ടും ഇങ്ങനെ സംഭവിച്ചു കൂടാ എന്നില്ലല്ലോ. അവനൊരു കോമാളിയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത്രയും വലിയൊരു ക്രിമിനൽ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ ഇനിയും വർഷയെ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് വർഷയും ശ്രീകാന്തിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാന്ന് വിചാരിച്ചേ. ഓ, അപ്പൊ നീ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടാണല്ലേ വന്നത്? അവര് നിന്റെ പിന്നാലെ സൂട്ട് കേസ് എടുത്തും കൊണ്ട് വരുമോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് മഹിമയ്ക്ക് നേരെ ചെല്ലാണ് കേട്ടോ മധുസൂദനൻ. ഇല്ല ഏട്ടാ, ഞാൻ അവിടെ കൂട്ടാൻ വേണ്ടി പോയ സമയത്ത് അവിടെ രവീന്ദ്രന്റെ ഭാര്യ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവള് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. KSRTC ഡ്രൈവർമാരെ പുറത്താക്കുന്ന ലിസ്റ്റില് രവീന്ദ്രനും ഉണ്ടായ സമയത്ത് അവൾ എന്റെ അടുത്ത് വന്ന് കെഞ്ചിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പാവെന്ന് വിചാരിച്ചു. അവള് ഇപ്പോ എന്റെ കൂടെ ഇരുന്ന് എന്നെ ബന്ധക്കാരി എന്ന് വിളിക്കുന്നു. അത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് കലിയാവുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ, അവള് നിന്റെ മുമ്പിൽ 2-3 തവണയല്ലേ വന്നിട്ടുള്ളൂ, അതിന് നിനക്ക് ദേഷ്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എന്റെ മുമ്പിൽ വന്നവനാണ് രവീന്ദ്രൻ. അപ്പോ എനിക്ക് എന്തോരം ദേഷ്യം വന്നിട്ടുണ്ടാവും. അവനാണ് ഇപ്പോ എന്റെ ബന്ധുക്കാരനായിട്ട് വന്നിരിക്കുന്നത്. കേൾക്കുമ്പോ തന്നെ നാണക്കേടല്ലേ? ഇതിനെല്ലാം കാരണം നിന്റെ മോളാണ്. എന്തായാലും നടന്നതൊന്നും നമുക്ക് മായ്ച്ചു കളയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ നമ്മുടെ മോൾക്ക് ഇപ്പൊ സുരക്ഷിതത്വം വേണം. അവര് തനിയെ ഇരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോ അതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാണോ എന്ന് ചോദിക്കുകയാണെ മധുസൂദനൻ. അതും ആ രവീന്ദ്രന്റെ മോനെയും കൂട്ടിയിട്ടോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ വിചാരിച്ചത് നടന്നു എന്നുള്ള കാര്യം അവൻ നെഞ്ചു വിരിച്ച് പറയും. അതാണോ നിനക്ക് വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അല്ല ഏട്ടാ, അത്ര പെട്ടെന്ന് ഞാൻ അത് നടത്തി കാണിക്കില്ല. അവര് നമ്മൾ പകരം ചോദിച്ചേ പറ്റൂ. നമ്മുടെ മകളെ നമ്മളിൽ നിന്ന് പിരിച്ചവനല്ലേ അവൻ. അവന്റെ മകനെ അവനിൽ നിന്ന് പിരിക്കണം. മൊത്തത്തില് അവൻ നമ്മുടെ വീട്ടിലേക്ക് വരണം. ആ ചെക്കനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിരിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാനാണ്? അവനിവിടെ സുഖമായിട്ട് ജീവിക്കും. ആ സന്തോഷം അവർക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവരുടെ 3 മക്കളും അവരുടെ കൂടെ ഉണ്ടാവാൻ പാടില്ല. ആ രവീന്ദ്രനെയും അവന്റെ ഭാര്യയെയും വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റാത്ത വിധം അവിടുന്ന് തുരത്തി ഓടിക്കണം. അതിനുവേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ആദ്യം വർഷ ആ വീട്ടിലേക്ക് പോകണം. എന്ത്, ആ രവീന്ദ്രന്റെ വീട്ടിലേക്കോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ, രവീന്ദ്രന്റെ ഭാര്യ വർഷയും ശ്രീകാന്തിനെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നാളെ നിങ്ങളും വാ, നമുക്ക് വർഷയെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അതിന് ഞാനെന്തിനാ വരുന്നത്? നമ്മൾ കൊണ്ടുവന്ന് വിട്ടാൽ മാത്രമേ രവീന്ദ്രൻ സ്വീകരിക്കൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ അവന്റെ വീട്ടുപടിക്കൽ നിൽക്കാൻ വേണ്ടിയിട്ടാണല്ലേ അവൻ നോക്കുന്നത്. അവനോട് ഞാൻ കെഞ്ചണം എന്നുള്ള കാര്യമാണല്ലേ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷയെ വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞു. വർഷ അവിടെ പോയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവന്റെ വീട്ടിൽ ഞാൻ വരില്ല. ഏട്ടാ, ഞാൻ പറയുന്ന കേക്ക് എന്ന് പറയുമ്പോൾ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിന്നെ ഞാൻ ചോദ്യം ചെയ്യില്ല. എന്തൊക്കെയാണെങ്കിലും അവന്റെ വീട്ടിലേക്ക് ഞാൻ വരികയില്ല, അവന്റെ മുമ്പിൽ ഞാൻ തല കുനിച്ച് നിൽക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് മധുസൂദനൻ അവിടുന്ന് പോവാണേ. തുടർന്ന് കാണിക്കുന്നത് ചന്ദ്രമതിയാണ് കേട്ടോ. ചന്ദ്രമതി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, സച്ചിയുടെ ഭാര്യ തന്നെയാണ്. അവൾക്ക് ആശംസകൾ അറിയിക്കാനോ? അവളെന്താ അത്ര വലിയ കാര്യം ചെയ്തിട്ടുണ്ടോ? എല്ലാരും വിളിച്ചിട്ട് ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഫോൺ വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാം ഫോൺ ചെയ്തിട്ട് ഇവളങ്ങ് പുകഴ്ത്തിയല്ലേ. ഒറ്റ ദിവസം കൊണ്ട് അവൾ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയോ? നമ്മള് മിണ്ടാതെ ആരെങ്കിലും റോട്ടിൽ പോകുന്നവനെ കല്ലെടുത്ത് എറിയണം എന്നൊക്കെ ചന്ദ്രമതി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഇനിയിപ്പോ ആരാണാവോ? നമ്പർ മാത്രമേ ഉള്ളല്ലോ. ഹലോ, ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനാന്ന് പറയണേ. ഞാനെന്ന് പറയുന്ന ആൾക്ക് പേരില്ലേ?
വർഷയുടെ അമ്മ. അപ്പോഴേക്കും ഇരുന്നോടന്ന് എണീക്കാണ് കേട്ടോ ചന്ദ്രമതി. അയ്യോ, വർഷയുടെ അമ്മയായിരുന്നോ? സോറി, എനിക്ക് നിങ്ങളുടെ നമ്പർ അറിയില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് നമ്പർ തന്നു, പക്ഷെ നിങ്ങളുടെ നമ്പർ വാങ്ങാൻ ഞാൻ മറന്നുപോയി. പറയേ വർഷയുടെ അമ്മ. വീട്ടിൽ പോയിട്ട് വർഷയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ, സംസാരിച്ചോന്ന് ചോദിക്കുമ്പോ സംസാരിച്ചു. എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവർക്കും സമ്മതമാണെന്നുള്ള കാര്യം പറയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യ. ആണോ? ഭയങ്കര സന്തോഷം. ഇത് കേൾക്കുമ്പോ മഹിമയാണെങ്കിൽ ഫോണും കുറച്ച് വിട്ടുപിടിക്കാണ് കേട്ടോ ചന്ദ്രമതിയുടെ ആ സൗണ്ടൊക്കെ കേട്ടിട്ട്. എനിക്കറിയായിരുന്നു അവരും സമ്മതിക്കൂ എന്നുള്ള കാര്യം. എന്തായാലും നല്ലൊരു ദിവസം ഞാൻ നോക്കാം, നാളെ തന്നെ ജോത്സ്യരെ കണ്ടിട്ട് നല്ല ദിവസം കുറിക്കാന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, നാളെ നല്ല ദിവസമാണ്, നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും, പെണ്ണിനെ കൊണ്ടുവന്ന് വിടും. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി നേരെ പൂജാമുറിയിലേക്ക് ഓടുകയാണ് കേട്ടോ. എന്നിട്ട് അയ്യോ ദൈവമേ നന്ദിയൊക്കെ പറയാണ് ഒരുപാട്. അത് കഴിഞ്ഞിട്ട് നാളെ തന്നെ നിങ്ങൾ വന്നോളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. തുടർന്ന് മഹിമ, എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് വരികയാണ്. ശരി, അത് നല്ലതാണ്. ശ്രീകാന്തിന്റെ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് കൊണ്ടുവിടാനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, ശ്രീകാന്തിന്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ വേറെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? നിങ്ങളുടെ വീട്ടില് പ്രശ്നം നടത്താൻ വേണ്ടിയിട്ട് ഒരാളുണ്ടല്ലോ. ഞങ്ങളുടെ വീട്ടിലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, നിങ്ങളുടെ മകൻ സച്ചി. അയ്യോ സച്ചിയോ? അവനൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ എന്റെ മകളെ ഒരു ദിവസം റെസ്റ്റോറന്റിൽ വെച്ചിട്ട് അവൻ ചീത്ത വിളിച്ചു. ഞങ്ങള് വീട്ടിൽ വരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും നടന്നാലോ? ഇല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ അവന്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കേൾക്കും. ഞങ്ങള് ഇത്രയൊക്കെ ഇറങ്ങി വന്നില്ലേ, ഇനി എന്തായാലും ഞങ്ങള് ശ്രീകാന്തിനെ വർഷയും കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ മകൻ സച്ചി അവിടെ ഉണ്ടാവാൻ പാടില്ല. അവൻ വീട്ടിലുണ്ടാവാൻ വേണ്ടി പാടില്ലേ? അതെങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണേ ചന്ദ്ര. അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷയും ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് ഞാൻ വരാം, അല്ലെങ്കിൽ വേണ്ട എന്ന് മഹിമ പറയുമ്പോ അല്ല, എനിക്ക് ഓക്കെയാണ്. നിങ്ങൾ വരുന്ന സമയത്ത് അവൻ ഇവിടെ ഉണ്ടാവില്ല. ശരി, അപ്പൊ നാളെ 10 മണിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് മഹിമ ഫോൺ വെക്കാണ്. ഫോൺ വെച്ചതിന് ശേഷം ഈ പെണ്ണുങ്ങൾ എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്? സച്ചി വല്ല ഓഫീസ് ജോലിക്ക് പോകുന്ന വെച്ചാൽ ഇത്ര സമയത്ത് പോകും വരും എന്നുള്ള കാര്യം അറിയാം. ഇതിപ്പോ അവൻ എപ്പോ പോകും എപ്പോ വരും എന്ന് അറിയില്ലല്ലോ. ഇവന്റെ അടുത്ത് എന്ത് പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോകാൻ പറ്റും? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് 100,000 ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെയെങ്കിലും അവനെ നാളെ പുറത്താക്കണം. തുടർന്ന് കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. രാത്രി ആയിട്ടുണ്ട്. ആ സമയത്ത് ആ കല്ല് തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തിനാ അത് തൊട്ട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കാണ്ടിരിക്കുക? നീ അത്രയും വലിയ സാഹസം ചെയ്ത ആയുധമല്ലേ ഇത്, മ്യൂസിയത്തിലിട്ട് കൊണ്ടുവയ്ക്കണം. പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കത്തി ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കില്ലേ? അതുപോലത്തെ വലിയൊരു ആയുധമാണ് ഇത്. എന്താ കളിയാക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അല്ലല്ല, ഞാൻ സത്യമായിട്ട് പറഞ്ഞതാണ്. പണ്ടത്തെ കാലത്തൊക്കെ വെറുതെ കത്തിയും കടാരയൊക്കെ കൊണ്ടുപോയിട്ട് വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു. അന്ന് വല്ല 2 കല്ലെങ്ങാനും കൊണ്ടെങ്ങാണ്ട് അടിച്ചാൽ മതിയായിരുന്നു. നീ ആ കാലത്ത് ഇല്ലാണ്ട് പോയി, അത് വലിയ കഷ്ടമായി പോയി. ഇപ്പൊ നിങ്ങൾ എന്നെ പുകഴ്ത്താണോ അതോ എന്നെ കളിയാക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ എന്തിനാ കളിയാക്കുന്നത്? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീയും ദിവസം ഈ കല്ല് തൊട്ടിനെ പ്രാർത്ഥിച്ച് വേണം തുടങ്ങാൻ. അല്ല, പൂവെല്ലാം നീ മാല കെട്ടി കൊടുത്തു വിട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുറച്ച് ബാക്കിയുണ്ടെന്ന് പറയാണ്. എന്നിട്ട് കൊട്ട പോയി എടുക്കുന്നുണ്ട്. ഇത് എന്തിനാന്നുള്ള കാര്യം ചോദിക്കുകയാണ് രേവതി. അതിന്ന് കെട്ടിവെച്ചിരിക്കുന്ന ഒരു ചെറിയ മാല എടുത്തിട്ട് ആ കല്ലിന്റെ മുകളിൽ കൊണ്ടുങ്ങാണ്ട് വെക്കുകയാണ്. നിങ്ങൾ ഇതിനെ ദൈവമാക്കിയോ? ലോകത്ത് ഒരുപാട് ദൈവങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ പുതിയൊരു ദൈവത്തെ കണ്ടുപിടിച്ചു. ആരാ ചോദിക്കാൻ വേണ്ടി പോകുന്നത്? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കും ഇത് തന്നെയാണ് ദൈവം. ഇത് നിനക്ക് വലിയ പേര് കാണിച്ചു തന്നില്ലേ? ഇത് വെച്ചിട്ട് ഒരുത്തന്റെ തല പൊട്ടിച്ചിട്ടല്ലേ ഒരു പെണ്ണിനെ നീ രക്ഷിച്ചത്? എന്നിട്ട് വീണ്ടും സച്ചി പോയിട്ട് തൊട്ട് കുമ്പിടുകയാണേ. നിങ്ങൾ എന്തിനാ ഇത് വീണ്ടും തൊട്ട് കുമ്പിടുന്നത്? നീ ചെയ്ത കാര്യത്തിന് ഷീൽഡൊക്കെ തരില്ലേ? അതുപോലെ ഞാൻ ഇത് എടുത്തു വെച്ചതാണ്. എന്തൊക്കെയാണെങ്കിലും ചെറിയൊരു ഭയം ഉണ്ട് ഉള്ളില്. എന്ത് ഭയം? ഈ ആയുധം എനിക്ക് നേരെ പ്രയോഗിക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. എന്താ സച്ചേട്ടാ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ അല്ല, ഉള്ളില് ഇത്രയും വീരത്തൊക്കെ വെച്ചിട്ട് അന്ന് ഞാൻ സ്റ്റേഷനിൽ വെച്ചിട്ട് നിന്നെ കയ്യൊങ്ങിയില്ലേ? ആ സമയത്ത് നീ സൈലന്റ് ആയിട്ട് നിന്നില്ലേ? ആ ദേഷ്യത്തിന് നിനക്ക് എന്റെ നേർക്ക് ഒരു കല്ലെറിയണമെന്നൊന്നും തോന്നിയില്ലേ? വേറെ ആരെങ്കിലും ആണെങ്കിൽ ചെയ്യായിരുന്നു. എന്ത് ചെയ്യാനാ, ഭർത്താവായി പോയില്ലേ? അടിക്കാൻ വേണ്ടി പാടില്ലല്ലോ. നിന്റെ സംസാരം കേട്ടിട്ട് എന്തോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ ഞാൻ മനസ്സിൽ ഉള്ളിലൊന്നും വെച്ചിട്ട് ഒന്നും പറയുന്നില്ല എന്ന് തലണയ്ക്കൊരു അടി കൊടുത്തിട്ട് പറയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ സച്ചി ചെറുതായിട്ടൊന്നും ഭയക്കുന്നുണ്ടേ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഈ ആയുധം നിങ്ങൾക്ക് നേരെ വരില്ല. നിങ്ങൾക്ക് എന്നെ പോലൊരു നല്ല ഭാര്യയെ കിട്ടിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ആര്, നീയോ? അതെ, എല്ല എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അരികിലേക്ക് ചെല്ലുമ്പോ അതെ. ഇത് കേൾക്കുമ്പോ രേവതി ഒരു കമലഹാസന്റെ പാട്ടൊക്കെ പാടുന്നുണ്ട്. നീ എന്റെ വഴിക്ക് വന്നല്ലോ. വന്ന സമയത്ത് നീ കമലഹാസൻ ആരാന്നുള്ള കാര്യം ചോദിച്ചു. എന്നാ ഇപ്പൊ നീ അവരുടെ പാട്ടൊക്കെ കറക്റ്റായിട്ട് പറയുന്നു. നീ കച്ചേരിക്ക് പോകുന്നുള്ള കാര്യം തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ എല്ലാം നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചതല്ലേ ഞാൻ. ഇപ്പോഴാണ് നീ എന്നിലേക്ക് സെറ്റായിട്ട് വരുന്നത്. ഇത് കേൾക്കുമ്പോ എന്താ ചെയ്യാൻ തോന്നുന്നറിയോ? നിന്റെ അടുത്ത് പൊക്കാനാ തോന്നുന്നു പറഞ്ഞിട്ട് രേവതി എടുത്ത് പൊക്കി കറക്കുവാണ് കേട്ടോ. അയ്യോ സച്ചിയുടെ എന്നെ ഇറക്കി വിടുന്നുള്ള കാര്യം പറയണേ. അങ്ങനെ ഇറക്കി വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങളുടെ അമ്മ കണ്ടാൽ മതി ഇതിനും എന്തെങ്കിലും എന്നെ പറയും.
അവരെയൊക്കെ വിട്ടേക്ക്, നീ വന്ന് വന്ന് ഇപ്പൊ നല്ല ബുദ്ധിശാലിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ മുമ്പ് ഞാൻ മണ്ടബുദ്ധിയായിരുന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നീ മാറി മാറി വരുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. കല്യാണത്തിന് മുമ്പ് ഞാൻ കുറച്ച് ഭയന്നിട്ടുണ്ടായിരുന്നു. ആര്, നിങ്ങളോ? അതെ, കല്യാണമൊക്കെ ആയി കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമൊന്നും ഉണ്ടാവില്ല, ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ആവുമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതൊന്നും ഇല്ലാണ്ടിരുന്നെങ്കിൽ നന്നായിരിക്കും. എന്ന് വെച്ചാൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഷോള് പോലെ ഇട്ടിട്ട് കമൽഹാസന്റെ ഡയലോഗ് കിടക്കുന്നുണ്ട് കേട്ടോ സച്ചി പാട്ടിലൂടെ. പെണ്ണുങ്ങൾ ഒരുപാട് സ്നേഹം പ്രതീക്ഷിക്കും, അത് കിട്ടാണ്ട് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടാതെ പോകുന്നത്? നിങ്ങൾ അതുപോലെ സ്നേഹിക്കണം, അതുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ സ്നേഹം പാതിയിലിട്ടിട്ട് പോകുന്നത്? ആദ്യം നീ കമൽഹാസന്റെ പാട്ട് തട്ടിവിട്ടു, ഇപ്പതാ നീ വലിയ പുരാണം പറയുന്ന പോലെ പറയുന്നു. നീ ഭയങ്കര ആളായല്ലോ, കത്തി കത്തി കയറി പോകുന്നുണ്ടല്ലോ. അങ്ങനെ സച്ചി പോയിട്ട് എടുത്ത് താഴെ വെച്ച് കിടക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മഴ പെയ്യുന്നുണ്ട് പുറത്ത് നന്നായിട്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അതിന് ഞാനെന്താ മേലെ പോയി കിടക്കുമല്ലോ, അതല്ല, നല്ല തണുപ്പായിരിക്കും, ശരീരവേദനയൊക്കെ എടുക്കും താഴെ കിടന്നു കഴിഞ്ഞാൽ, മേലെ കിടക്കാൻ വേണ്ടി പറയുകയാണേ. ഓക്കെ ശരി, ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരികയാണ്. ചുമ്മാ ഇങ്ങനെ ഇരിക്കാനാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, നീ നന്നായിട്ട് പാട്ടൊക്കെ പാട് എന്നുള്ള കാര്യം പറയണേ. അയ്യോ, പാട്ടൊന്നും എനിക്ക് പാടാൻ അറിയില്ല, വേണമെങ്കിൽ ഞാൻ പൂ കെട്ടാനുള്ള കാര്യം ചെയ്തു തരാം, എത്ര വേണമെങ്കിലും പൂ കെട്ടി കാണിച്ചു തരാം, പാടാൻ മാത്രം പറയരുത്, നിങ്ങൾ പാടിക്കോ, ഞാൻ കേൾക്കാം. ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ പാട്ട് പാടാം. എന്ത് പാട്ട് പാടും? അങ്ങനെ സച്ചി ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് രേവതി കിടന്നുറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ രേവതി ഉറങ്ങുന്നത് കാണുമ്പോൾ സച്ചി വീണ്ടും ഇങ്ങനെ പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. തുടർന്ന് സച്ചിയും കിടന്നുറങ്ങുകയാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്